ഓരോരുത്തരുടെ ഓരോ ആവശ്യങ്ങളെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, ഒരു അറബി പെണ്ണിനോട് ഐ ലവ് യു പറയണം, അതെങ്ങനെ പറയാം? സ്വാഭാവികമായിട്ടും അതൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. പിന്നെ അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചിലർ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിനാ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്ന്. പക്ഷേ അത് ചോദിച്ച കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളത് റോങ് ആയിട്ട് പറയാതിരുന്നാൽ മതി. അപ്പോൾ അതിന് സാധാരണക്കാർ പറയുന്ന ഒരാളിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്, അനഹബ്ബക്ക് എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. അനഹബ്ബക്ക് എന്നല്ല അവിടെ പറയേണ്ടത്. അനഹബ്ബക്ക് എന്ന ഒരു ഫോർമാലിറ്റി ഉള്ളൊരു വാക്കാണ്, സാധാരണ പറയുന്നതാണ്. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, നിങ്ങളോട് ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ ലേഡിയോട് പറയും അനഹബ്ബക്ക് എന്നാണ് പറയേണ്ടത്. അതിനേക്കാളും ഭംഗിയാർന്ന സ്നേഹം അല്ലെങ്കിൽ റൊമാൻറ്റിക് സ്റ്റൈലിൽ അത് പറയാനുള്ള ഏറ്റവും നല്ല വാക്ക് അഹ്വാക്കി. അഹ്വാക്കിയ അഹ്വാക്കിയ ഗൽബി. അഹ്വാക്കി എന്താ, എൻ്റെ മനസ്സ് നിന്നിൽ ലയിച്ചിരിക്കുന്നു എന്നൊക്കെ എൻ്റെ അർത്ഥം. അഹ്വാക്കി അതല്ല ആഷിഖക്കി. ആഷിഖക്കി ഇനിയിപ്പോൾ നമ്മൾ കുവൈത്തിൽ ദുബായിൽ അബുദാബിയിലൊക്കെ പറയുന്ന ഒരു കാക്കുച്ച പറയണം. ആഷിഖക്കി ആഷിഖച്ച് ആഷിഖച്ച് യാ റൂഹി യാ റൂഹി, എൻ്റെ ജീവനെ എന്ന്. അപ്പം ഇങ്ങനെ അവിടെ രണ്ട് വാക്കാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം ഒന്ന് അഹ്വാക്കി, മറ്റൊന്ന് ആഷിഖക്കി എന്നാണ് സംഭവം. നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഒക്കെ പറയാൻ പറ്റിയ വാക്കാണത്. മറ്റുള്ളത് അതിൻ്റെ അവസരത്തിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലേ ഇത് പ്രശ്നമാവും. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ പറയാം ഹെബ്ബക്ക്, അത് ആണുങ്ങളോട് പറയാം ഹെബ്ബക്ക് യാ ഹബീബ് ഹെബ്ബക്ക്. ഈ രണ്ട് വാക്കും സ്ത്രീകൾക്ക് തിരിച്ചും പറയാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാമുകനോട് വേണമെങ്കിൽ, അല്ലെ ഭർത്താവിനോട് അഹ്വാക്ക് യാ സയ്യിദ്, അഹ്വാക്ക് യാ ഹബീബ്, അഹ്വാക്ക് ആഷിഖക്ക് യാ ഹബീബ്, നിന്നോട് എനിക്ക് പ്രേമമാണ്, ഇഷ്ടമാണ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ രണ്ട് വാക്ക് നിങ്ങൾ പഠിച്ചെങ്കിൽ ഇതിനോട് കൂടി നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ് വിളിക്കുന്നത്. അത്തരം സന്ദർഭത്തിലെ വിളി വളരെ പ്രധാനമാണ്. ആ വിളിക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ യാ ഉഖ്തി യാ എന്നൊന്നല്ല വിളിക്കേണ്ടത്. അവിടെ വിളിക്കേണ്ടത് യാ ഹബീബ് ഗൽബി, യാ ഹബീബ, യാ ഹബീബത്ത് ഗൽബി എന്ന് പറയാം, എൻ്റെ ഹൃദയഭാജനമേ എന്ന് പറയാം. അതുമല്ലെങ്കിൽ യാ റൂഹി, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ജീവനെ. നമ്മൾ മലയാളത്തിൽ തന്നെ പറയുമല്ലോ, മലയാളത്തിലൊന്നും അത്തരം ഈഗോ കൊണ്ട് ആരോടും ഇത് പറയൂല. അപ്പോൾ യാ റൂഹി, യാ ഹയാത്തി എന്ന് പറയും, യാ ഹയാത്തി. അതുപോലെ ഒരു പറയും യാ ഉയൂനി, യാ ഉയൂനി എന്നൊക്കെ പറയും, എൻ്റെ കണ്ണേ എന്നാണ് പറഞ്ഞത്, യാ ഉയൂനി. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകളൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് കാണാം. അപ്പം ഞാൻ പറഞ്ഞതിൽ ഇവരെപ്പോഴും പറയാറുള്ള ഭാര്യാഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റിയ വാക്കാണ് യാ ഗൽബി, എൻ്റെ ഹൃദയമേ, എൻ്റെ കരളേ എന്ന് പറയല്ലോ നമ്മൾ മലയാളം, അതിനാണ് യാ ഗൽബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യാ ഗൽബി, യാ ഹയാത്തി, ഇത് രണ്ടും ഫെമിനൻ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടായിട്ട് ഉപയോഗിക്കുക. അതായത് മുഅന്നസ് മുദക്കർ വ്യത്യാസമല്ല. ഏതൊക്കെ വാക്ക്? യാ ഐനി, എൻ്റെ കണ്ണേ, യാ ഹയാത്തി, എൻ്റെ ജീവനെ, യാ റൂഹി, എൻ്റെ ആത്മാവേ, യാ ഗൽബി. ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളാണ്. അങ്ങനെ സ്നേഹം തുളുമ്പട്ടെ, നിങ്ങളുടെ ദമ്പതികൾക്കിടയിൽ സ്നേഹം തുളുമ്പട്ടെ. മറ്റിപ്പോൾ ഞാൻ പറഞ്ഞാണ്ട് കുഴപ്പമാക്കണില്ല. ഏതായിരുന്നാലും ഇത്തരം അറബികളെപ്പോലെ നിങ്ങൾക്കും ഇനി അറബികളോടൊപ്പം സ്നേഹിച്ചും പറഞ്ഞും ജീവിക്കാം. അതിന് അറബിക്കിനെ ഫോളോ ചെയ്യുക. ശുക്രൻ ലക്കും, അസ്സലാമു.